ലഹരിക്കെതിരാകാം ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന സന്ദേശമുയർത്തി AIYF, മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ 21-ന് ബഹുജന ശൃംഖല സൃഷ്ടിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിനിരക്കും. ലഹരിക്കെതിരാകാം ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന സന്ദേശമുയർത്തി AIYF, മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ 21-ന് ബഹുജന ശൃംഖല സൃഷ്ടിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ലഹരി വ്യാപനത്തിനെതിരെ AIYF-ൻ്റെയും മഹിളാ സംഘത്തിൻ്റെയും വിദ്യാർത്ഥി സംഘടനയായ AISF-ൻ്റെയും സംയുക്തമായി നമ്മുടെ ജില്ലയിൽ മൂന്നാമത്തെ ഘട്ട ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം കേവലം ഒരു ക്യാമ്പയിൻ കൊണ്ട് മാത്രം ഇതിനെതിരെ നമുക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങളിപ്പോൾ ഒരു 1-2 വർഷക്കാലമായി തന്നെ തുടർച്ചയായ ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലഹരിക്കെതിരാകാം ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ഈ 3 സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 21 മറ്റേനാൾ ഒരു ബഹുജന ശൃംഖല സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ സാമൂഹിക, മത, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖന്മാർ ഈ പരിപാടിയിൽ അണിനിരക്കുന്നുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ ഉദ്ഘാടനത്തിനോടൊപ്പം തന്നെ വിവിധ ആളുകൾ ചേർന്നുകൊണ്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും അതുപോലെ തെരുവ് നാടകങ്ങളും അടക്കമുള്ള ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഇത് കേവലം ഒരു ചടങ്ങുകൾ മാത്രമായിട്ടല്ല, നമ്മൾ ഈ ക്യാമ്പയിനിൽ വളരെ കൃത്യമായി ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിലെ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഇതിൻ്റെ 3ാം ഘട്ട ഭാഗമായിട്ടുള്ള പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇത്തരത്തിലൊരു ഉദ്ഘാടനവും ഇതുമായി ബന്ധപ്പെട്ട യുവജന, വിദ്യാർത്ഥി, മഹിളാ സംഘത്തിൻ്റെ നേതാക്കന്മാർ പങ്കെടുക്കും. അതുപോലെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഓരോരുത്തരെയും വിവിധ മേഖലയിലുള്ളവരെ എല്ലാം വീടുകളിൽ പോയി ക്ഷണിച്ച് നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമാകണം. 3ാം ഘട്ട ക്യാമ്പയിനാണ് സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിനിരക്കും. ശൃംഖലയുടെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കും. അരൂരിൽ സാംസ്കാരിക പ്രവർത്തകൻ TP ആന്റണി, ചേർത്തലയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് എന്നിവർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. AISF ജില്ലാ പ്രസിഡന്റ് അജയ് കൃഷ്ണൻ പങ്കെടുക്കും. ചേർത്തല സൗത്ത് മണ്ഡലത്തിൽ ചലച്ചിത്ര നടൻ അജയൻ മാടകൽ ഉദ്ഘാടനം നിർവഹിക്കും. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജയകുമാർ, MK ഉത്തമൻ തുടങ്ങിയവർ പങ്കെടുക്കും. മാരാരിക്കുളം മണ്ഡലത്തിൽ AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം നിർവഹിക്കും. AIYF ജില്ലാ പ്രസിഡന്റ് ബൈരഞ്ജിത്ത് പങ്കെടുക്കും. ആലപ്പുഴയിൽ KLDC ചെയർമാൻ PV സത്യനേശനും, അമ്പലപ്പുഴയിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് V മോഹൻദാസും, ഹരിപ്പാട്ട് AIYF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CA അരുൺകുമാറും, കായംകുളത്ത് AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോനും ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. ഭരണിക്കാവ് മണ്ഡലത്തിൽ ചലച്ചിത്ര നടി രശ്മി അനിലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷ് പങ്കെടുക്കും. ചാരുമൂട് KPSC സെക്രട്ടറി A ഷാജഹാനും, മാവേലിക്കരയിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി S സോളമനും ശൃംഖല ഉദ്ഘാടനം ചെയ്യും. ചെങ്ങന്നൂരിൽ ബഹുജന ശൃംഖല CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അസ്ലാം ഷാ പങ്കെടുക്കുന്നുണ്ട്. മാന്നാറിൽ മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് R ഗിരിജയും, കുട്ടനാട് നോർത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം G കൃഷ്ണപ്രസാദും പരിപാടി ഉദ്ഘാടനം ചെയ്യും. കുട്ടനാട് സൗത്തിൽ കയർഫെഡ് വൈസ് പ്രസിഡന്റ് R സുരേഷാണ് ഉദ്ഘാടകൻ. ലഹരിക്കെതിരെ യുവജന, മഹിളാ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ അണിനിരത്തിയുള്ള തുടർച്ചയായ ക്യാമ്പയിനുകൾ അനിവാര്യമാണെന്നും ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പ്രാദേശിക അടിസ്ഥാനത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കാളികളാക്കുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജയകുമാർ, AISF ജില്ലാ സെക്രട്ടറി ആദർശ് തുളസീധരൻ, AISF ജില്ലാ പ്രസിഡന്റ് അജയ് കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു.